നമസ്കാരം. ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളിലാണ് നമ്മുടെ നമ്മുടെ കുട്ടികളുടെ ഉത്സവത്തോടനുബന്ധിച്ച് ഈ പറയുന്ന ഒരു മെഡിക്കൽ ടീം കൂടി ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഇത് ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് വിത്ത് ആംബുലൻസ് വരെ ഉണ്ട്. എന്തിനും തയ്യാറായ ഒരു മെഡിക്കൽ ടീം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ വന്നപ്പോൾ ഒരു കുട്ടിയെ മുറിവറ്റി ചികിത്സിക്കുകയായിരുന്നു. നിങ്ങൾ എത്ര പേരുണ്ട് ഡ്യൂട്ടിയിൽ? ഞങ്ങൾ 4 പേര്. 4 പേര് എല്ലാ ദിവസവും ഉണ്ട്? ഇന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഹോസ്പിറ്റലിലായിരുന്നു ഓരോ ദിവസം മാറി മാറി നിൽക്കുകയായിരുന്നു. നമുക്ക് 2 ദിവസം സെക്കൻഡ് ഡേ ആണ്. ചെറിയെങ്കിൽ അങ്ങനെ പല ഹോസ്പിറ്റലുകളിൽ ഇട്ടേക്കാം മാറി മാറി. ഇതല്ല, ഇതിനു മുമ്പ് 1-2 കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തളർച്ച അങ്ങനെയൊക്കെയുള്ള വെയിലുണ്ട്. ഒരു ഡാൻസ് കളിച്ച് കഴിയുമ്പോഴത്തേക്ക് തളർന്ന് വീഴാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഡോക്ടർ സേവനം നമുക്കിപ്പോൾ എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ആംബുലൻസിൽ വിടുന്നതാണ്. ഡോക്ടറല്ല, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് വെച്ച് നമ്മൾ നോക്കും. നമ്മുടെ ഇതിൽ പറ്റാത്തതാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വലിയ ഹോസ്പിറ്റലിലേക്ക് വിടും. ആംബുലൻസ് സർവ്വസജ്ജമാണ്. എപ്പോഴാണ് കൊണ്ടുപോകാൻ? കൊണ്ടുപോയില്ല. ഫസ്റ്റ് തുടക്കം ഉണ്ടല്ലോ, അന്നും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നില്ല. വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം എന്തായാലും ഞാനത് എന്താ പറയുക, ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബോയ്സ് കോളേജ് ഗ്രൗണ്ടിലാണ് ഭക്ഷണം റെഡിയാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനും പറ്റത്തില്ല. ഭക്ഷണമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ? സമയത്ത് കിട്ടാറുണ്ടോ? സമയത്ത് കിട്ടുന്നത് 2 മണിയൊക്കെ ആകുമ്പോൾ കിട്ടും. ഞാൻ വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനറാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മെഡിക്കൽ ടീം നമ്മുടെ കലോത്സവം തുടങ്ങിയതിൻ്റെ അന്ന് 1-ാം തീയതി മുതൽ വളരെ സജീവമായിട്ട്, ശരിക്കും ഇന്നലെ വെളുപ്പിന് 4 മണിക്കും നമ്മുടെ മെഡിക്കൽ ടീം ആംബുലൻസുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ നേരത്തെ തന്നെ 8:30 മണിക്ക് അവർ എത്തിയിട്ടുണ്ട്. വളരെ നല്ല കോപ്പറേഷനാണ്. അവരുടെ ആംബുലൻസ് ഉൾപ്പെടെയാണ്. CSIയിലും ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ KTCT, പിന്നെ നമ്മുടെ കിംസ് ഹെൽത്ത് പോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പ് ഐറ്റംസൊക്കെ മത്സരം കഴിയുമ്പോഴേക്കും രാവിലെ തന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന കുട്ടികൾ വളരെ വൈകി രാത്രിയൊക്കെയാണ് അവരുടെ മത്സര ഇനങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഭക്ഷണം സമയം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു പ്രശ്നം കൊണ്ട് പെട്ടെന്ന് തളർന്നു വീഴുന്നതാണ് പതിവ്. അപ്പോൾ അവരെയൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ചിലരൊക്കെ ശരിയാവും, ബെറ്ററാവും. അല്ലാത്തവരെയൊക്കെ എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഒരു രീതി. ഏതായാലും എനിക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടി എൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട്. ഞാനിപ്പോൾ പോലീസ് ഹെഡ് പോസ്റ്റിൽ വനിതാ പോലീസുമായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു. അവർ പറയുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമെന്ന് പറഞ്ഞാൽ ഇവിടെ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലരും മയക്കുമരുന്നിന് അടിമകളാണ്. പലരെയും അവർ കണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി നമ്മുടെ ഈ കൊച്ചു മാന്യന്മാരുടെ ഒക്കെ ലൈഫിലേക്കാണ് ഈ മയക്കുമരുന്ന് കടന്നു വരുന്നത്. രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ യൗവനങ്ങളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.